അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനമുള്ള മഹല്ല് നിവാസികളായ സഹോദരന്മാരെ, നമ്മൾ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് സാധാരണഗതിയിൽ നടത്താറുള്ള പോലെ ഇത്തവണയും വളരെ ഭംഗിയായിട്ട് തന്നെ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മഹല്ലിൽ പെട്ട ദീനി സ്നേഹികളായ പലരും പങ്ക് ചേർന്നുകൊണ്ട് ഷെയർ ചേർന്നുകൊണ്ട് ഉരുവിനെ വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ വേണ്ടുകയുണ്ടെങ്കിൽ വലിയ പെരുന്നാളിന് നമ്മൾ വളരെ ഭംഗിയായിട്ട് ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കും. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു വോയിസിൻ്റെ താല്പര്യം. സംസാരിക്കുന്നത് മഹല്ല് ഖത്തീബ് ശിഹാബ് സഅദിയാണ്. ഒന്നാമതായി, ഉദ്ഹിയ്യത്ത് കർമ്മത്തിന് തയ്യാർ ചെയ്ത ആളുകളൊക്കെ ഒരു നല്ല നിയ്യത്ത് അതിന് ഉണ്ടാകേണ്ടതുണ്ട്. ഉദ്ഹിയ്യത്തിൻ്റെ ഒരു നിയ്യത്ത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഒരു ഷെയർ കൂടുതലോടുകൂടെ തന്നെ ഞാൻ ആ പൈസ എൻ്റെ ഉദ്ഹിയ്യത്ത് കർമ്മത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന രൂപത്തിൽ ഒരു ഖസ്ദ്, ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസം 1 കഴിഞ്ഞാൽ ഉദ്ഹിയ്യത്തിന് ഇങ്ങനെ നിയ്യത്ത് വെച്ച ആളുകൾ അവരുടെ ശരീരഭാഗങ്ങളിലെ നഖം, മുടി പോലുള്ളവ കളയാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. ഇദാ റഅയ്തുമുൽ ഹിലാല ദുൽഹിജ്ജത്തി വഅറാദ അഹദുകും അയ്യുളഹിയ ഫൽയുംസിക് അലാ ശഅരിഹി വ അൽഫാരിഹി. ഹദീസിൽ കാണാൻ സാധിക്കും, നിങ്ങൾ ദുൽഹിജ്ജ മാസപ്പിറവി കണ്ടാൽ ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് എങ്കിൽ അവർ അവരുടെ മുടിയും നഖവും നീക്കം ചെയ്യാതിരിക്കട്ടെ. മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഇങ്ങനെയുള്ളത്. അപ്പം അതൊരു സുന്നത്താണ്. ആ സുന്നത്ത് പരിഗണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ഉദ്ഹിയ്യത്ത് ഉദ്ദേശിച്ച ആളുകളൊക്കെ ആ ബലിമൃഗത്തെ ഒന്ന് കാണൽ നല്ലതാണ്. അറുക്കാൻ ഉദ്ദേശിച്ച ആളുകളൊക്കെ അറവിൻ്റെ സന്ദർഭത്തിൽ അവിടെ ഒന്ന് ഹാജരാവൽ, സന്നിഹിതരാകൽ നല്ലതാണ്. അതുപോലെ തന്നെ ഉദ്ഹിയ്യത്ത് ഉദ്ദേശിച്ച ആളുകൾ തങ്ങളുടെ ബലിമൃഗത്തെ ഷെയർ കൂടിയതാണെങ്കിൽ ആ 7 പെട്ട ഒരാളാണ് ആ മൃഗത്തെ അറുക്കൽ സുന്നത്തുള്ളത്. അല്ലെങ്കിൽ അത് മറ്റൊരാളെ അവർ ചുമതലപ്പെടുത്തേണ്ടതാണ് അറുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ അതിൻ്റെ മാംസം വളരെ വിശുദ്ധമാണ്. അത് ആവശ്യത്തിന് മാത്രം നമ്മളെടുത്ത് ബർക്കത്തിന് വേണ്ടി എടുത്ത് ബാക്കിയുള്ള മാംസങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യണം. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഒരു കർമ്മം എന്ന നിലയിൽ അതിനോട് കൂടുതൽ ആദരവും ബഹുമാനവുമൊക്കെ പുലർത്തി നല്ല ഉദ്ദേശവും നല്ല നിയ്യത്തൊക്കെ വെച്ച് പുലർത്തി ഇൻഷാ അല്ലാഹ് നമുക്കത് നിർവഹിക്കണം. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഞാനുമായി ബന്ധപ്പെടണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഫലമാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.